Bismillahirrahmanirrahim. Innal hamdalillah wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajmain. Assalamu alaikum warahmatullahi wabarakatuh. ഖുർആനിൽ ഇസ്തിഗാസ എന്ന പദം, ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായം തേടുക, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം തേടുന്നതിനാണ് ഇസ്തിഗാസ എന്ന് പറയുക. ആ പദം ഖുർആനിൽ അള്ളാഹുവിനോട് മാത്രമുള്ള സഹായം തേടലിനും ഉപയോഗിച്ചിട്ടുണ്ട്, ജീവിച്ചിരിക്കുന്ന മനുഷ്യനോടുള്ള സഹായം തേടലിനും ഉപയോഗിച്ചിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ എപ്പോഴാണ് ഷിർക്കാകുന്നത് ഈ സഹായത്തേട്ടം, ഇസ്തിഗാസ? ഷിർക്കല്ലാത്തത് എപ്പോഴാണ്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. കാരണം നമുക്കറിയാം, ഇന്നത്തെ സമൂഹം ഇസ്തിഗാസ എന്നും പറഞ്ഞ് മരണപ്പെട്ടവരോട് സഹായം തേടുക, അതിന് ഇസ്തിഗാസ എന്ന് പറഞ്ഞ് അവർ ഷിർക്ക് ചെയ്യുന്നുണ്ട്. അത് കാലാകാലം നരകത്തിൽ ശിക്ഷയ്ക്ക് കാരണമാകുന്ന ഒരു സംഗതിയാണ്. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹുവിനോട് മാത്രമുള്ള സഹായം തേടലിനും ജീവിച്ചിരിക്കുന്ന മനുഷ്യനോടുള്ള സഹായം തേടലിനും ഖുർആനിൽ ഇസ്തിഗാസ എന്ന പദം രണ്ട് സാഹചര്യങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്നു. എന്നാൽ അതിൻ്റെ വിധി സഹായത്തിൻ്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. ജീവിച്ചിരിക്കുന്ന മനുഷ്യനോടുള്ള സഹായം അത് അനുവദനീയമായ ഇസ്തിഗാസയാണ്. അത് അള്ളാഹു ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സൂറത്തുൽ ഖസസിൽ 28-ാം അധ്യായം 15-ാം വചനം. ഫസ്തഗാസഹു അല്ലസി മിൻ ഷിയത്തിഹി അലല്ലസി മിൻ അദുവിഹി. ഇതാണ് ആയത്ത്. അപ്പോൾ ഇവിടെ ഒരാൾ മൂസ അലൈഹി ഇസ്ലാമിനോട് അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരു ശാരീരിക പ്രശ്നത്തിൽ സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ മൂസ അലൈഹി സ്വലാം ജീവനോടെയും സന്നിഹിതനുമായതിനാൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യത്തിൽ സഹായം തേടിയതാണ്. അതുകൊണ്ടിത് അനുവദനീയമാണ്, ഷിർക്കല്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഒരു വ്യക്തി മൂസ അലൈഹി സ്വലാമിനോട് സഹായം തേടിയതാണ് ഈ ആയത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്തഗാസഹു അഥവാ ഇസ്തിഗാസ എന്നത് ഒരു മനുഷ്യൻ മൂസ അലൈഹി ഇസ്ലാമിനോട് സഹായം തേടിയതാണ്. ഇത് അനുവദനീയമാണ്. കാരണം മൂസ അലൈഹി ഇസ്ലാം ജീവിച്ചിരിക്കുന്നു, സന്നിഹിതനാണ്, അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഭൗതിക സഹായമാണ് ചോദിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ടിത് ആരാധനയായ സഹായ അഭ്യർത്ഥന അല്ല, സാധാരണ മനുഷ്യ സഹായം മാത്രമാണ്. അതിനാൽ ഷിർക്കല്ല. ബാറക്കല്ലാഹു ഫീക്കും. കാരണം ഖുർആനിലോ ഹദീസിലോ എവിടെയും ഇങ്ങനെ ഒരു സഹായം തേടുന്നത് ഷിർക്കാണെന്ന് പഠിപ്പിച്ചിട്ടില്ല. ഇനി അള്ളാഹുവിനോട് മാത്രമുള്ള ഇസ്തിഗാസ, ഇത് ആരാധനാപരമായ സഹായമാണ്. ബദർ യുദ്ധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് സഹായം തേടിയ സംഭവം അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, ഇസ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. ഇത് സൂറത്ത് അൻഫാൽ 8-ാം അധ്യായം 9-ാം വചനാണ്. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് സഹായം തേടിയപ്പോൾ അവൻ നിങ്ങൾക്ക് മറുപടി നൽകി. അപ്പോൾ ഇവിടെ ഇസ്തിഗാസ അള്ളാഹുവിനോട് മാത്രമാണ്. കാരണം ഇവിടെ യുദ്ധ വിജയം നൽകണം, മലക്കുകളെ അയച്ചിട്ടുണ്ട് അള്ളാഹു സഹായിക്കാൻ. അപ്പോൾ അദൃശ്യ സഹായം നൽകിയിട്ടുണ്ട്, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തൽ. ഇവയെല്ലാം അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ്. അതിനാൽ ഈ ഇസ്തിഗാസ ഇബാദത്ത് ആണ്, ആരാധനയാണ്. അത് അള്ളാഹുവിനോട് മാത്രമാണ് ഈ സഹായം തേടൽ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ ദിനത്തിൽ അള്ളാഹുവിനോട് സഹായം തേടിയത്. കാരണം അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളിൽ പെട്ടതായിരുന്നു അത്. അത്തരം കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് തേടുന്നത് ഷിർക്കിൽപ്പെടുന്നു. അപ്പോൾ അള്ളാഹു അല്ലാത്തവരോട് തേടിയാൽ ഷിർക്കായതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകാല പ്രവാചകന്മാരോടോ മരണപ്പെട്ട സജ്ജനങ്ങളോടോ
സഹായം തേടിയിട്ടില്ല, ഒരു തെളിവുമില്ല. മറിച്ച് അദ്ദേഹം നേരിട്ട് അള്ളാഹുവിനോടാണ് സഹായം തേടിയത്. അതുകൊണ്ട് വ്യക്തമായി മനസ്സിലാക്കുക, ആരാധനാപരമായ ഇസ്തിഗാസ അത് അള്ളാഹുവിന് മാത്രമാണ്. എന്നാൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് സഹായം തേടിയത് ആരാധനയല്ല, അതുകൊണ്ട് അത് ഷിർക്കല്ല. അപ്പോൾ ഒരേ ഇസ്തിഗാസ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യനോട് അവന് കഴിയുന്ന സന്നിഹിതമായ ഭൗതിക സഹായം അനുവദനീയമാണ്. അള്ളാഹുവിന് മാത്രം കഴിയുന്ന അദൃശ്യ സഹായം അത് ആരാധനയാണ്. അത് അള്ളാഹു അല്ലാത്തവരോട് ചെയ്താൽ ഷിർക്കാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധങ്ങളിലും മറ്റു സാഹചര്യങ്ങളിലും അദൃശ്യ സഹായം എല്ലായ്പ്പോഴും അള്ളാഹുവിനോട് മാത്രമാണ് തേടിയത്. ജീവിച്ചിരിക്കുന്നവരോട് അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം തേടിയത് അവരുടെ കഴിവിനുള്ള ഭൗതിക കാര്യങ്ങളിൽ മാത്രമാണ്. മരണപ്പെട്ടവരോടോ അദൃശ്യ സഹായത്തിനോ അദ്ദേഹം ഒരിക്കലും അഭ്യർത്ഥിച്ചിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്കും. മനുഷ്യരോട്, അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് അവൻ്റെ കഴിവിനുള്ള സഹായം തേടുന്നത് ഷിർക്കല്ല. അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നത് വലിയ ഷിർക്കാണ്. അത് നരകത്തിൽ സ്ഥിരവാസത്തിന് കാരണമാകാം. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് മരണപ്പെട്ടവരോട് നമ്മൾ സഹായം തേടരുത്. അവിടെ ഇസ്തിഗാസ ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് സഹായം തേടരുത്. കാരണം അത് അവരോട് ആ മരണപ്പെട്ടവരോട് ചോദിക്കുന്നത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ഷിർക്കാണ്. അള്ളാഹുവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ആ മരണപ്പെട്ട മഹാന്മാർക്കും ഔലിയാക്കന്മാർക്കും അള്ളാഹു ചെയ്യാൻ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. എവിടെ പഠിപ്പിച്ചിനോ? ഖുർആനിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹു ഈ മരണപ്പെട്ടവർക്ക് ഔലിയാക്കൾക്കും മഹാന്മാർക്കും അള്ളാഹുവിന് ചെയ്യാൻ പറ്റുന്ന അതേ സഹായങ്ങൾ, അള്ളാഹുവിനുള്ള പോലത്തെ കേൾവി, എല്ലാം കേൾക്കാം, ഏത് സമയത്തും കേൾക്കാം. ആയിരം ലോകത്തിലുള്ള മുഴുവൻ ആളുകളും ദുആ ചെയ്താലും പല ഭാഷകളിൽ ദുആ ചെയ്താലും അതെല്ലാം ഒരേ സമയത്ത് കേൾക്കാം എന്ന പോലത്തെ കഴിവുകൾ അള്ളാഹു ഈ മരണപ്പെട്ട ഔലിയാക്കൾക്കും മഹാന്മാർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം, നീണ്ട വർഷങ്ങൾ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അവിടെ മദീനയിലുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പോൾ ഒരൊറ്റ സഹാബി പോലും ആ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് സഹായം ചോദിച്ചിട്ടില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട അദൃശ്യമായ കാര്യങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്കും. ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ. ആയിഷ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം ചോദിച്ചിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇതൊക്കെ വ്യക്തമായ തെളിവാണ് മരണപ്പെട്ടവരോട് ഇസ്തിഗാസ ഷിർക്കാണ്, ചോദിക്കാൻ പാടില്ല. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഫത്തുൽ ബാരിയിൽ ഇവർ ഉദ്ധരിക്കും ഒരു സഹാബി ഖബറിൻ്റെ അടുത്ത് പോയിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച സംഭവം. എന്നാൽ ആ സഹാബിനെ റിപ്പോർട്ട് ചെയ്തത് അത് സിന്ദക്കിയാണ്. പിഴച്ച വിശ്വാസിയുള്ള ഒരാളുടെ റിപ്പോർട്ടിലാണ് സഹാബിയുടെ പേര് വന്നത്. അപ്പോൾ പിഴച്ച വിശ്വാസിയുടെ റിപ്പോർട്ട് എങ്ങനെ എടുക്കും? അപ്പോൾ അത് ആ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തത് അത് അത് സഹാബിയല്ല. ഇനി അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഫത്തുൽ ബാരിയിലും അതേപോലെ ഇബ്നു കസീറിൻ്റെ തഫ്സീറിലൊക്കെ ആ വിഷയം വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചാനലിൽ പോയാൽ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിശദീകരണം നിങ്ങൾക്ക് വായിക്കാം. അവിടെ നിങ്ങൾക്ക് ഇസ്തിഗാസ ചെയ്യാനൊന്നും
എന്താണ് ഒരു മനുഷ്യൻ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് എന്താണ് അള്ളാഹിനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അതെന്താണ് ഇസ്തിഗാസയ്ക്ക് വേണ്ടിയൊന്നും തെളിവല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ചാനൽ പോയാൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, അത് തുറന്ന് വായിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.